നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രക്രിയയുടെ പേരാണ് സ്വന്തമായിട്ട് കുക്ക് ചെയ്തിട്ട് സ്വന്തമായിട്ട് അടിപൊളിയാന്ന് പറയുന്നത്. ഇങ്ങനത്തെ ആൾക്കാരുണ്ടോ? ഇതാ ഹായ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു ചാനീസ് വ്ലോഗ് വൺസ് അഗെയിൻ. എന്തൊക്കെയുണ്ട് വിശേഷം? ഞാൻ വിചാരിച്ചു ഇന്ന് രാവിലെ ഒരു വ്ലോഗ് എടുക്കാമെന്ന്. രാവിലെ നമ്മൾ കട്ടൻ കാപ്പി കുടിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. നിങ്ങൾക്കുണ്ടോ അങ്ങനത്തെ ഒരു സ്വഭാവം? രാവിലെ എണീച്ച് പല്ല് തേച്ച് ഒരു കട്ടൻ കാപ്പി കുടിച്ചിട്ടുണ്ടെങ്കിൽ തലയ്ക്ക് നല്ലൊരു ഉഷാറാണ്. ഞാൻ ജീരകപ്പൊടിയൊക്കെ ഇട്ടിട്ടുള്ളൊരു കട്ടൻ കാപ്പിയാണ് ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റ് അത് കഴിക്കാൻ, കുടിക്കാൻ. അങ്ങനെ നല്ലൊരു മോർണിംഗ് എല്ലാവർക്കും. എന്താണ് ഇന്നത്തെ പ്രത്യേകത? എന്തെങ്കിലും സ്പെഷ്യൽ ഡിഷ് ആരെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്നുണ്ടോ? ഞാൻ ഇന്നും ദോശയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഒരു ചിക്കൻ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പയറുപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ദോശയ്ക്ക് ചിക്കൻ കറി നല്ല കോമ്പിനേഷൻ ആണല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ചിക്കൻ കറിയും ഉച്ചത്തേക്കൊരു പയറുപ്പേരി, പിന്നെ ഇന്നലത്തെ മീൻകറി ഉണ്ട്. അപ്പോൾ ചോറും മീൻകറി, പയറുപ്പേരി, ചിക്കൻ കറി, ഇത്ര ആകുമ്പോൾ ലാവിഷായില്ലേ. പിന്നെ മക്കൾക്ക് കുറച്ച് ചിക്കൻ പൊരിച്ചു കൊടുത്തു വിടാമെന്ന് വിചാരിച്ചു. അവർക്ക് സ്കൂളിലേക്ക് അതാ ഇഷ്ടം. അങ്ങനെ ഇനി ഒരു കാപ്പി കുടിച്ച് ഒന്ന് തുടങ്ങണം പണിയൊക്കെ. ഓക്കെ. കാപ്പി കുടിച്ച് ഇനി കുറച്ച് മുറ്റത്തൊക്കെ പോയി മുറ്റത്ത് ചെടികളെയൊക്കെ കണ്ട് സംസാരിച്ച് വന്നിട്ട് വേണം എൻ്റെ അടുക്കളയിലത്തെ യുദ്ധം തുടങ്ങാൻ. കിച്ചണിൽ കയറിയ പിന്നെ യുദ്ധമാണല്ലോ. ചടപടാന്നെല്ലാം ചെയ്യണമല്ലോ. അങ്ങനെ കാപ്പി കുടിച്ച് കഴിയട്ടെ. നമുക്ക് മുറ്റത്തോട്ട് പോയാലോ? ആഹാ, ഫുള്ള് കോടയാണ് ഇന്ന്. നല്ല കോടയുണ്ട് ഇന്ന്. കോടമഞ്ഞിൽ ഓഹോ, താഴ്വരയിൽ ഓഹോ, രാക്കടമ്പ് പൂക്കുന്നു. നല്ല തണുപ്പ് കേട്ടോ. ഡിസംബർ ആവാൻ തുടങ്ങിയപ്പോഴത്തേക്ക് നവംബർ ആയിട്ട് 5 ആവാനായല്ലേ. ഇപ്പോഴേ തണുപ്പ് വന്നു തുടങ്ങിയേ. ഇവിടെ ഭയങ്കര തണുപ്പായിരിക്കും ഡിസംബറിലൊക്കെ. ഒരു പ്രശ്നമുള്ളൂ ഡിസംബറൊക്കെ ആകുമ്പോഴത്തേക്ക്. ഈ തോട്ടം കണ്ടോ, ഇവിടെ റബ്ബർ ഉണ്ട്. ഈ റബ്ബർ തോട്ടം കണ്ടോ, കാണുന്നുണ്ടോ? റബ്ബർ മരങ്ങളൊക്കെ കണ്ടോ? ഇത് ഡിസംബർ ആകുമ്പോഴത്തേക്കും ഇവിടെ മൊത്തം ഇലയായിരിക്കും. മിറ്റം അടിച്ച് മടുക്കും മനുഷ്യന്മാർ. അത്രയ്ക്കും ബുദ്ധിമുട്ടാണ് ഇവിടെ. രാവിലെ തുടങ്ങിയാൽ ഭയങ്കര പാടാണ്. റോഡ് മൊത്തം ഇലയായിരിക്കും. അങ്ങനൊരു കുഴപ്പമുള്ളൂ ഈ റബ്ബറും കൊണ്ട്. അത് കുറച്ച് 2 മാസത്തെ പ്രശ്നമുള്ളൂ കേട്ടോ. 2 മാസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ റബ്ബറിൽ ഇങ്ങനെ ഇലയൊക്കെ പൂത്തിക്കുന്ന കാണാൻ നല്ല ഭംഗിയാണ്. പക്ഷെ 2 മാസത്തേക്ക് നമ്മൾ കഷ്ടപ്പെട്ടു പോവും. അങ്ങനെയാണ് ഇവിടെ. ഓക്കെ. അപ്പുറത്തെ വീട്ടിലെ ചേട്ടൻ അവിടെ വിറകൊക്കെ ഒടിക്കുന്നുണ്ട്. രാവിലെ അവിടെ വിറക് കത്തിക്കുക, അടുപ്പ് കത്തിക്കാനാണ് തോന്നുന്നു. ഇവിടെ നമ്മൾ ഇങ്ങനെ അടുപ്പും കത്തിക്കും കേട്ടോ. ഗ്യാസ് ഉണ്ട്, പക്ഷെ എല്ലാം ഉണ്ട്. ഇലക്ട്രിക്, ഇൻഡക്ഷൻ ഒക്കെ ഉണ്ട്. പക്ഷെ എന്നാലും ഞങ്ങളുടെ നാട്ടിൽ എല്ലാവർക്കും രാവിലെ ഒരു അടുപ്പിലും എന്തെങ്കിലും ഒന്ന് കത്തിച്ചുണ്ടാക്കണം എന്നാണ്. ഞങ്ങളിവിടെ കുളിക്കാനുള്ള വെള്ളമൊക്കെ ഇങ്ങനെ രാവിലെ അടുപ്പിൽ കത്തിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കും. പിന്നെ ബാക്കിയെല്ലാം നമ്മുടെ ഗ്യാസ് സ്റ്റൗവിലും ഇൻഡക്ഷൻ കുക്കറിലൊക്കെ ആയിട്ട് ഉണ്ടാക്കും. പക്ഷെ രാവിലെ ഒന്ന് അടുപ്പ് കത്തിച്ചില്ലെങ്കിൽ ഇവിടെയുള്ള ആൾക്കാർക്ക് അത്രയ്ക്ക് സന്തോഷമില്ല. പിന്നെ നമ്മൾ എന്തെങ്കിലും സ്പെഷ്യൽ ഡിഷൊക്കെ ഉണ്ടാക്കത്തില്ലേ, എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ വരുമ്പോൾ ഞങ്ങൾ വിറകടുപ്പിൽ ഉണ്ടാക്കുക. അപ്പോഴാണല്ലോ നല്ലൊരു ടേസ്റ്റ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞങ്ങളിവിടെ കപ്പ ബിരിയാണിയൊക്കെ ഉണ്ടാക്കും. ഇവിടേക്ക് ഞങ്ങളുടെ നാട്ടിലേക്ക് കപ്പ ബിരിയാണിയൊക്കെ ഭയങ്കര ഫേമസ് ആണ്. അപ്പോൾ ഞങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അതൊക്കെ വിറകടുപ്പിലേ ഉണ്ടാക്കുള്ളൂ. അങ്ങനെ അല്ലാത്ത ബാക്കിയൊക്കെ നമ്മളുടെ സാധാ അടുപ്പിൽ ഗ്യാസ് സ്റ്റൗവിലോ അല്ലെങ്കിൽ ഇൻഡക്ഷൻ ഹീറ്ററിലോ ഉണ്ടാക്കും. എൻ്റെ ഒരു ചുവന്ന ചെമ്പരത്തി ഉണ്ടായിട്ടുണ്ട് കണ്ടോ. ഇതാ ഇന്നത്തെ പൂവ്, ചുവന്ന ചെമ്പരത്തി. ഭയങ്കര റെഡാട്ടോ. ഞാൻ ഭയങ്കര ഉറക്കെയാണോ സംസാരിക്കുന്നത് അതോ പതുക്കെയാണോ സംസാരിക്കുന്നത് എന്തോ. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ. ഇതാണ് എൻ്റെ തോട്ടം, എൻ്റെ എസ്റ്റേറ്റ്. എൻ്റെ അലോവേറ ചെടി കാണിച്ചു തരാം ഞാൻ. ഇതുണ്ടല്ലോ, അലോവേറ ഭയങ്കര നല്ലതാണ്. നമ്മൾ രാത്രി കിടക്കാൻ നേരത്ത് അത് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് മുഖത്ത് തേച്ചിട്ട്
അതപ്പം തന്നെ ഉണങ്ങും. അതൊരു നോൺ സ്റ്റിക്കി ടൈപ്പ്, അത്ര വലിയ പ്രശ്നമൊന്നുമില്ല. അത് തേച്ച് രാവിലെ എണീറ്റിട്ട് കഴുകി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മുഖത്തിന് നല്ല ഭംഗിയായിരിക്കും കാണാൻ. എല്ലാ ദിവസവും ചെയ്യുന്നതുകൊണ്ട് ദോഷമൊന്നുമില്ല. ഞങ്ങൾ ചെയ്യാറുണ്ട്. ചിലപ്പോൾ മടി പിടിച്ചാൽ ചെയ്യില്ല. പക്ഷെ മാക്സിമം എല്ലാ ദിവസവും ഞങ്ങൾ രാത്രിക്ക് ഞാനും മോളും കൂടെ അത് കട്ട് ചെയ്ത് മുഖത്ത് തേച്ച് വെച്ചിട്ട് അത് ഉണങ്ങിക്കഴിയും. അത് പെട്ടെന്ന് ഉണങ്ങും. അത് ഉണങ്ങി കിടന്നുറങ്ങും. ഒന്നും ബെഡിലൊന്നും ആവത്തില്ല, പില്ലോയിലൊന്നും ആവില്ല. എന്നിട്ട് രാവിലെ എണീക്കുമ്പോഴത്തേക്കും നല്ല ഭംഗിയായിരിക്കും കാണാൻ നമ്മളെ. ഒരു സിമ്പിൾ ബ്യൂട്ടി ടിപ്പ് രാവിലെ തന്നെ. അങ്ങനെ അപ്പോൾ നമുക്ക് നമ്മുടെ കിച്ചൺ യുദ്ധത്തിലോട്ട് പോയാലോ. ഇന്ന് പുതിയ പൂക്കളൊന്നും കാണുന്നില്ല, പുതിയ ചെടിയും പൂക്കളൊന്നും ഉണ്ടായിട്ടില്ല. ഇവിടെ കുറച്ച് പെയിൻറ്റിങ്ങിൻ്റെ പണി നടക്കുന്നുണ്ട്, അതുകൊണ്ട് എല്ലാം അലങ്കോലമായിട്ട് കിടക്കുക. ചെറിയൊരു പണി, വലിയ പണിയല്ല, ചെറുതായിട്ട്. അപ്പോൾ ഓരോരോ സാധനങ്ങളൊക്കെ അവർ പെയിൻറ്റേഴ്സ് കൊണ്ടുവച്ചിട്ട് എടുത്തുകൊണ്ട് പോയിട്ടില്ല, പണി കഴിഞ്ഞിട്ടുമില്ല. അവർ ഒരു ദിവസം വന്നിട്ട് പിന്നെ അവർക്ക് എന്തോ തിരക്കായിപ്പോയി. അതുകൊണ്ട് അവർ ഇന്ന് വരുമായിരിക്കും. ഇന്ന് ഒറ്റ ദിവസത്തെ പണി ഉണ്ടാവുള്ളായിരിക്കും. ഒരു പർപ്പിൾ കളർ ഡാലിയ കാണിച്ചു തരട്ടെ. എന്ത് ഭംഗിയല്ലേ പൂക്കൾ കാണാൻ. പൂക്കളെ സ്നേഹിക്കുന്നവർക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പല കളറിലുള്ള പൂക്കളൊക്കെ ഇങ്ങനെ കാണാൻ. അത് എനിക്ക് എല്ലാ ദിവസവും ഓരോന്നും ഇങ്ങനെ പുതിയതുണ്ടായിട്ടുണ്ടാവും. പിന്നെ എൻ്റെ ഹസ്ബൻഡ് ഒരു ചെടിപ്രാന്തനാണ്. അതുകൊണ്ട് പിന്നെ എനിക്കിതിൽ വലിയ മെയിൻ്റനൻസ് പണിയൊന്നും ചെയ്യില്ല, ആസ്വദിച്ചാൽ മതി. പുള്ളിക്കാരനാണ് എല്ലാം ചെയ്യണത്. എല്ലാം വൃത്തിയാക്കി വെക്കും, ഗാർഡൻ വൃത്തിയാക്കി വെക്കും, പിന്നെ പൂക്കൾ അതിന് വളം ഇട്ട് കൊടുക്കും, എന്താ വേണ്ടതൊക്കെ ചെയ്ത് കൊടുക്കുന്നത് പുള്ളിക്കാരനാണ്. ഞാൻ ഒൺലി ആസ്വദിക്കൽ. പിന്നെ ഇടയ്ക്ക് വെള്ളം ഒഴിക്കും കേട്ടോ, സമയമില്ലാത്തപ്പോൾ ഇടയ്ക്ക് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കും. അങ്ങനെ ഇവിടെ പുറത്തോട്ട് ഇറങ്ങിയാൽ പിന്നെ എനിക്ക് അകത്തോട്ട് കയറാൻ മടിയാണ്. പണി ഉണ്ടെങ്കിലും ഞാനിങ്ങനെ അയ്യോ കുറച്ച് നേരം കൂടെ ഇങ്ങനെ നടക്കാമെന്നൊരു ഫീലാണ്. ഇവിടെ ഞാൻ പറഞ്ഞില്ലേ പെയിൻറ്റിങ്ങിൻ്റെ പണി നടക്കുന്നത്. അപ്പം ഞങ്ങളുടെ ചെടിച്ചട്ടിയൊക്കെ ഇവിടെ കൊണ്ടുപോയി അറേഞ്ച് ചെയ്ത് വെച്ചു. രാവിലെ തന്നെ മഞ്ഞുമഴ പെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ അറിയില്ല. ശരിക്കും മഞ്ഞുമഴ പെയ്യുന്നുണ്ട്. ഇതെന്ത് ഫ്രൂട്ടാണെന്ന് അറിയാമോ? അതെ, കുറേ കായൊക്കെ ഇട്ടിട്ടുണ്ട്, കായ കാണിച്ചത്. ഇതെന്ത് ഫ്രൂട്ടാണെന്ന് അറിയാമോ? അതാണ് ആപ്പിൾ ചാമ്പ. അത് വലുതാകുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇപ്പം കായ ഇട്ടിട്ടേ ഉള്ളൂ, അത് വലുതാകുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. നല്ല ടേസ്റ്റാണ്, പച്ച കളറിൽ. അങ്ങനെ കഥയും പറഞ്ഞ് ഗാർഡനിൽ നിന്നാൽ എൻ്റെ പണി നടക്കൂല. നമുക്ക് പോയിട്ട് നല്ല സൂപ്പർ ചിക്കൻ കറിയും ചോറുണ്ടാക്കി. ഞാൻ പയറുപ്പേരി, ഞങ്ങൾ വിറക് കത്തിക്കുന്നു പറഞ്ഞിട്ടില്ലേ, വിറകടുപ്പ് കത്തിക്കുന്നു പറഞ്ഞില്ലേ, ഇതാണ് വിറക്. കണ്ടോ, ഞങ്ങളുടെ തോട്ടത്തിൽ നിന്ന് എടുത്തുകൊണ്ട് വെച്ചിരിക്കുന്നതാണ് ഇതൊക്കെ. ഇനി ഇത് ഇതൊക്കെ കട്ട് ചെയ്ത് അവിടെ ഒരു വിറക് അടുക്കുന്ന ഒരു സ്ഥലമുണ്ട് പുറകുവശത്ത്. അപ്പം അവിടെ കൊണ്ടുപോയി അടുക്കി വെച്ച് പിന്നെ എല്ലാ ദിവസവും അതിൽ നിന്ന് എടുത്ത് കത്തിക്കും. ഞങ്ങൾ രാവിലെ കുളിക്കാനുള്ള പിള്ളേർക്ക് സ്കൂളിൽ പോകുമ്പോഴേക്ക് കുളിക്കാനുള്ള വെള്ളം ചൂടാക്കുന്നതൊക്കെ വിറകടുപ്പിലാണ്. അത് ഞാൻ ചെയ്യില്ല, അതൊക്കെ ഹസ്ബൻഡിൻ്റെ പണിയാണ്. എനിക്ക് അതിനൊന്നും സമയം കിട്ടാറില്ല കിച്ചണിലെ പണി കഴിയുമ്പോൾ. അപ്പോൾ ഹസ്ബൻഡ് ആ പണിയൊക്കെ ചെയ്യും. എനിക്കതിൽ വലിയ ഇൻട്രസ്റ്റ് ഇല്ല. പക്ഷെ ഹസ്ബൻഡിന് രാവിലെ എണീറ്റിട്ട് അടുപ്പൊക്കെ കത്തിച്ച് ആ ചൂടത്ത് ഇങ്ങനെ, തണുപ്പല്ലേ ഇവിടെ നല്ല തണുപ്പാണ്. അപ്പോൾ ആ തണുപ്പത്ത് അങ്ങനെ കത്തിച്ച് ചൂടായിട്ടിരിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. പിന്നെ ഞാൻ കിച്ചണിലൂടെ ഓടിക്കളിച്ചാൽ തന്നെ എൻ്റെ ശരീരം ചൂടാവും. അതുകൊണ്ട് വിറകടുപ്പിൽ കത്തിച്ചിട്ട് ചൂടാവേണ്ട ആവശ്യമില്ല. പക്ഷെ അങ്ങനെ കത്തിക്കും ഞങ്ങളൊരു മെയിൻ ഫംഗ്ഷൻ നടക്കുവാണെങ്കിലൊക്കെ ഞങ്ങൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും. ഇനി എന്തെങ്കിലും വിറകടുപ്പിൽ ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞങ്ങൾ ചിപ്സൊക്കെ വറക്കത്തില്ലേ, അത് പിന്നെ അതൊക്കെ ഞങ്ങൾ വിറകടുപ്പിലാണ് ഉണ്ടാക്കുക. പിന്നെ ഞങ്ങൾ അവലോസ് ഉണ്ട ഉണ്ടാക്കുന്നത്, അങ്ങനെ മെയിൻ കാര്യങ്ങളൊക്കെ നമ്മുടെ ഇവിടുത്തെ കിച്ചണിൽ ചെയ്യാൻ പറ്റില്ല. ചെയ്യാൻ പറ്റും, പക്ഷെ നമ്മളിവിടെ കുറേ ബൾക്കായിട്ട് എല്ലാം ചെയ്യുക, കുറേ ഉണ്ടാക്കും. ഇവിടെ കുറേ ഫ്രണ്ട്സും റിലേറ്റീവ്സൊക്കെ വരുമ്പോൾ നമ്മൾ കുറേ ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. പോത്ത് വറക്കുന്നത്, വരട്ടുന്നത് ഒക്കെ. അപ്പം നമ്മൾ വിറകടുപ്പിലാണ് ചെയ്യുക. അപ്പം നമുക്ക് നമ്മുടെ ചിക്കൻ പരിപാടിയിലേക്ക് പോയാലോ. നമുക്ക് ആദ്യം ചിക്കൻ വേണ്ട, നമുക്ക് പയറുപ്പേരി ഉണ്ടാക്കാം. ഓക്കെ, ഇന്ന് പയറുപ്പേരിയും ചിക്കൻ കറിയാന്ന് പറഞ്ഞല്ലോ. ഞാൻ വിചാരിച്ചു പയറുപ്പേരി ആദ്യം ഉണ്ടാക്കിയാൽ ആ പണി അതിനങ്ങ് അടുപ്പത്ത് വെച്ചാൽ അതിരുന്ന് വെന്തോളുമല്ലോ. അപ്പോൾ ഞാൻ അങ്ങനെ പയറുപ്പേരി ഉണ്ടാക്കാൻ നോക്കട്ടെ. അതിനായിട്ട് നിങ്ങൾ എങ്ങനെയാണ് പയറുപ്പേരി ഉണ്ടാക്കുന്നത്? ഞാൻ ഒന്നും ഇടത്തില്ല ആക്ച്വലി. കുറച്ച് ഉള്ളിയും ഇതുണ്ടോ, കുറച്ച് ഉള്ളി, കുറച്ച് പച്ചമുളക്, ചെറിയുള്ളി, വെളുത്തുള്ളി, പിന്നെ വെല്ലുള്ളി, പച്ചമുളക്, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും മാത്രമേ ഇടുകയുള്ളൂ, വേറെ ഒന്നും ഇടില്ല. മുളക് പൊടിയും ഇടത്തില്ല. അതിനായിട്ട് ഞാനിതാ പയറ്
പയർ കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ടേ. വെള്ളം ഉണ്ടായിരുന്നു, വെള്ളം ഊറിയില്ല. നന്നായി ഉള്ളിലും വെള്ളമായി. ഓക്കെ, ഈ സാധനം കണ്ടോ, ഇത് നല്ല സുഖമാണ് നമുക്ക് വെള്ളമൊക്കെ അരിച്ച് കളയാൻ വേണ്ടിയിട്ട്. എന്താ എന്തിലും പയറാണെങ്കിൽ പച്ചക്കറിയൊക്കെ കഴുകിയിട്ട് ഈ ആമസോണിൽ മേടിക്കാൻ കിട്ടും കേട്ടോ. അത് ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചതാണേ. അപ്പോൾ അതിൽ നമ്മൾ കഴുകി അതിലോട്ട് ഇട്ടാൽ വെള്ളമൊക്കെ പോയി കിട്ടും. മറ്റേ അരിപ്പ് പോലത്തെ സാധനമാണെങ്കിൽ ചിലപ്പോൾ ചെറിയ ചെറിയ സാധനങ്ങളൊന്നും കഴുകാൻ പറ്റത്തില്ല. ഇതിൻ്റെ ഈ ഒരു പോർഷനിൽ മാത്രമാണ് ഫിൽറ്റർ ഉള്ളൂ. ഉണ്ടോ? അപ്പോൾ ഇവിടെ കഴുകിയിട്ട് നമ്മൾ ഇങ്ങനെ ആക്കിയാൽ മതി. അപ്പം എല്ലാ വെള്ളം അങ്ങ് പൊക്കോളും. അപ്പോൾ നമുക്ക് പയറുപ്പേരി ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനിത് അവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതല്ലേ അല്ലേ, ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. വെളിച്ചെണ്ണ കുപ്പിയിൽ തരുന്നല്ലോ. കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ട് വരട്ടെ, ഞാൻ ഫില്ല് ചെയ്യാൻ മറന്നുപോയി. വെളിച്ചെണ്ണ എടുത്തിട്ട് വന്നു. വെളിച്ചെണ്ണ ഒഴിക്കുക കുറച്ച്. വെള്ളമൊന്നും ഒഴിക്കാണ്ട് പയറുപ്പേരി ഉണ്ടാക്കിയാൽ ഭയങ്കര ടേസ്റ്റാണ്. നമ്മൾ ചിലരൊക്കെ വെള്ളമൊക്കെ ഒഴിക്കുന്ന കാണാം. ഞാൻ വെള്ളമൊന്നും ഒഴിക്കില്ല കേട്ടോ. ഞാൻ കുറച്ച് ഇങ്ങനെ വെളിച്ചെണ്ണയിൽ ഇങ്ങനെ മിനിമൈസ് ചെയ്ത് വെച്ചിട്ട് വേവിക്കുക ചെയ്യാറ്. ഈ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്, നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുകിട്ടിട്ട് ആദ്യം നമ്മൾ ഈ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കൂടി ഇടാം. ഈ പാന് വലുതായതുകൊണ്ട് എനിക്ക് ഒരു സൈഡിൽ കടുകിടാം, വേറെ അടുത്ത സൈഡിൽ ചെറിയുള്ളിയും വെളുത്തുള്ളിയും കൂടി ഇടാം. അപ്പം കടുക് പൊട്ടി വരുമ്പോഴത്തേക്കും ഇതും ആയിക്കോളും. ഇങ്ങനെയുണ്ട് ഐഡിയ? നല്ല ഐഡിയ അല്ലേ? വെളുത്തുള്ളിയൊക്കെ ആയിട്ട് വന്നിട്ട് നമുക്ക് കുറച്ച് ഈ വെല്ലുള്ളിയും മുളകും. അയ്യോ, ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിക്കുന്നു. നേരത്തെ വെള്ളം ഞാൻ കാണിച്ചു തന്നപ്പോൾ ഇതിലോട്ട് കുറച്ച് വെള്ളം വീണില്ലേ, അതങ്ങനെ പൊട്ടിത്തെറിക്കുന്നു. ഈ ഉള്ളി ഒന്ന് വഴണ്ട് വന്നു കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഇതിങ്ങനെ ഈ എണ്ണയിലിരുന്നിട്ട് വേണം. പച്ചവെള്ളമൊന്നും ഒഴിക്കാണ്ട് എണ്ണയിലിരുന്ന് വെന്താൽ തന്നെ നല്ല ടേസ്റ്റാണ് പയറിന്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പയറുപ്പേരി. ഇവിടെ ഇതും ഞങ്ങൾ മേടിച്ചതല്ല കേട്ടോ. ഇവിടെ ആക്ച്വലി പയറ്, കോവയ്ക്ക, പിന്നെന്താ ചതുരപ്പയർ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? അതും ഞങ്ങൾ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. ചതുരപ്പയർ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ഒരു മിനിറ്റ്, ഇവിടെ ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ കറി ഉണ്ടാക്കിയെന്ന് തോന്നുന്നു. കുറച്ച് വലിയ പയറാണ് ചതുരപ്പയർ. അതും ഉണ്ടാക്കാറുണ്ട് ഇവിടെ. അതും നല്ല ടേസ്റ്റാണ്. ചതുരപ്പയറും ഇതേപോലെ തന്നെ ഉപ്പേരി ഉണ്ടാക്കിയാൽ മതി, നല്ല ടേസ്റ്റാണ്. ഞങ്ങളിവിടെ ഉപ്പേരി എന്ന് പറഞ്ഞാൽ ആക്ച്വലി താഴ്നാട്ടിലേക്കൊക്കെ വറക്കുന്നതിനാണ് പറയാം. ഞങ്ങൾ ഈ സംഭവത്തിനൊക്കെ ഉപ്പേരി എന്നാ പറയാം. അവിടേക്കൊക്കെ ഇതിനെ മെഴുക്ക് പുരട്ടി എന്നല്ലേ പറയാം. ഞങ്ങൾ ഉപ്പേരി എന്നാ പറയാം. അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ എൻ്റെ വായിൽ എപ്പോഴും. ഇന്നാലും ഏതൊരു ഭക്ഷണം ഉണ്ടാക്കിയപ്പോൾ ഇങ്ങനെ പറഞ്ഞു ഉപ്പേരിയോ എന്ന് ചോദിക്കണ്ടായിരുന്നു. ഉപ്പേരി എന്ന് പറയുന്നത് ഈ മെഴുക്ക് പുരട്ടിക്കാണ് ഞങ്ങളിവിടെ ഉപ്പേരി എന്ന് പറയാം. ഇങ്ങനെ പയറുപ്പേരി ഉണ്ടാക്കിയിട്ട് വരാം കേട്ടോ. അപ്പം ഞാനിത് ഇതിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ജസ്റ്റ് മഞ്ഞൾപ്പൊടി ഒന്ന് ചൂടാകുമ്പോഴത്തേക്കും നമുക്ക് പയറും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിനെ ഇളക്കി മിനിമം സിമ്മാക്കി വെച്ചിട്ട് വേവിച്ചാൽ മതി. ഇതിലേക്ക് നമ്മൾ പയറിട്ട് കൊടുത്തിട്ടുണ്ടേ. ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തു. പിന്നെ കുറച്ചൊരു ജീരകപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ടെങ്കിലോ ഇതിനൊരു വേറെ ടേസ്റ്റ് കിട്ടും കേട്ടോ. അപ്പം ഞാൻ ഇത്രയും സാധനം ഇതിലിടുന്നുള്ളൂ. നമുക്ക് വയറിനൊരു കുഴപ്പമുണ്ടാവില്ല, ജീരകം നല്ലത്. പിന്നെ എന്താ പറയുക, മസാല ഒന്നുമില്ല, ജസ്റ്റ് പച്ചമുളകും മഞ്ഞൾപ്പൊടിയും പിന്നെ നമ്മുടെ ഉള്ളികളും മാത്രമേ ഉള്ളൂ ഇതിൽ. ഇനി നല്ല ടേസ്റ്റ്. അങ്ങനെ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കണം കേട്ടോ. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴാണ് ഇതിന് നല്ലൊരു ടേസ്റ്റ് വരും. ഓയിലാകുമ്പോൾ ആ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല. പിന്നെ ഒരു തുള്ളി വെള്ളം പോലും ഒഴിക്കാണ്ട് നമുക്കിതിനെ ചെറിയ അടുപ്പിലേക്ക് വെക്കാം. അതവിടെ ഇരുന്ന് വേവട്ടെ. എന്നിട്ട് നമുക്ക് അടുത്ത ചിക്കൻ കറീൻ്റെ കാര്യം നോക്കാം. ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇത്രയും ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ തലേദിവസം രാത്രി തന്നെ മുളക് പൊടിയും ഉപ്പും മഞ്ഞളും കൂടെ തിരുമ്മി മാരിനേറ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ എടുക്കുമ്പോൾ നമുക്ക് എളുപ്പമല്ലേ. ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. ഇനി ഇതിലേക്ക് നമുക്ക് ഈ ചിക്കൻ എടുത്തിട്ട് നമുക്ക് കറി ഉണ്ടാക്കാം. കുറച്ചെടുത്തിട്ട് എനിക്ക് വറക്കണം, കൊച്ചുങ്ങൾക്ക് സ്കൂളിൽ കൊടുത്തു വിടാൻ.
ബാക്കി ഞാൻ കാണിച്ചു തരാം ഞാനിങ്ങനെ ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ ഞാൻ ഈ പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി. ഇനി ഇതിലേക്ക് കുറച്ച് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് എണ്ണ ഒഴിക്കുള്ളൂ കേട്ടോ, ഞാൻ കുറേ എണ്ണ ഒഴിക്കാറില്ല. എണ്ണ കൊള്ളത്തില്ലല്ലോ, ശരീരത്തിന് അധികം കൊള്ളൂലല്ലോ. പിന്നെ ഞാൻ വേറൊരു സംഭവം, ഇത് കണ്ടോ, ഗ്രാമ്പും കറുകപ്പട്ടയും. കടുക് വറക്കത്തില്ലേ, അപ്പോൾ കടുകിൻ്റെ ഒപ്പം ഈ ഗ്രാമ്പും കറുവപ്പട്ടയും കൂടി ഇടും കേട്ടോ. അപ്പം നല്ലൊരു ഫ്ലേവറാണ്. നമ്മുടെ ഗരം മസാലയ്ക്ക് പകരമാണ്, പക്ഷെ ഗരം മസാല ഇടും. പക്ഷെ ഇത് നമ്മൾ തുടക്കത്തിലേ ഇതിങ്ങനെ കറി ഉണ്ടാക്കുമ്പോൾ തന്നെ ഇട്ട് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റാണ്. വെളിച്ചെണ്ണ ചൂടാവട്ടെ. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് കടുക് ഇട്ട് കൊടുത്തു. ഇനി ഞാൻ പറഞ്ഞ ഗ്രാമ്പും പട്ടയും കൂടി ഇടുക. അത് പൊട്ടിയിട്ടുണ്ട്. അയ്യോ, ഭയങ്കരമായിട്ട് പൊട്ടുന്നു. മൂടി വെക്കട്ടെ, എനിക്ക് പേടി അത് പൊട്ടുമ്പോൾ. ചിലപ്പോൾ മുഖത്തോട്ട് തെറിച്ച് കളയും. അപ്പോൾ നല്ല വേദനയായിരിക്കും, പിന്നെ നമ്മുടെ മുഖത്ത് പുള്ളിക്കുത്തും വരും. അപ്പോൾ അതിൽ നിന്നൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ ഈ കടുക് പൊട്ടിക്കുമ്പോൾ വേഗം അങ്ങ് മൂടി വെച്ചാൽ മതി. പിന്നെ നമ്മുടെ സ്റ്റൗവിൽ കൂടെയൊക്കെ മൊത്തം എണ്ണ തെറിക്കത്തുമില്ല. ഞാൻ എപ്പോഴും അങ്ങനെയാണ് ചെയ്യാറ്. അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി, ഈ സ്റ്റൗ മൊത്തം എണ്ണയായി വൃത്തിയില്ലാണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് കുക്കിംഗ് ചെയ്യാൻ ഇഷ്ടമില്ല. പൊട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് വെളുത്തുള്ളി, ചെറിയുള്ളി, ഇഞ്ചി. നേരത്തെ ആക്ച്വലി നമ്മൾ പയറുപ്പേരി ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ കടുക് പൊട്ടിച്ചപ്പോഴേ നമ്മളതിനെ മൂടി വെച്ചില്ല, എന്നിട്ട് എൻ്റെ സ്റ്റൗവിൽ മൊത്തം ആയിരുന്നു. അത് കഴിഞ്ഞ് ഈ ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് വരണ്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ വെല്ലുള്ളി ഇടും. വെല്ലുള്ളി ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ അതിലേക്ക് നമുക്ക് വേണ്ട മസാലയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടാണ് ഞാൻ അടുപ്പത്ത് വെച്ച്, പിന്നെ ഇത് ചിക്കൻ ഇട്ടിട്ട് അടുപ്പത്ത് തന്നെ വെച്ച് വേവിക്കും. വേണമെങ്കിൽ നമുക്ക് കുക്കറിൽ ഒരു പ്രാവശ്യം വിളിക്കുകയൊക്കെ ചെയ്യാം. പക്ഷെ ഇങ്ങനെ അടുപ്പത്ത് ഇങ്ങനെ വെച്ചിട്ട് സ്വന്തം ഉണ്ടാവുന്ന ചിക്കൻ കറിക്ക് ഭയങ്കര ടേസ്റ്റാണ്. അപ്പം ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. ഉള്ളിയൊക്കെ വഴണ്ട് വന്നു തോന്നേ, നോക്കട്ടെ. ചെറുതായിട്ട്, സോറി, ഒരു കാര്യം നമ്മൾ കടുക് വറുക്കാൻ നേരത്തെ ഇടാൻ മറന്നുപോയേ. ഞാൻ കുറച്ച് പെരുംജീരകം ഇടും, വലിയ ജീരകമില്ലേ, അത് ഇടും കേട്ടോ. അതിട്ടാലും ഭയങ്കര ടേസ്റ്റാണ്. അതും കൂടെ ആഡ് ചെയ്യാനുണ്ട് ഇതിൽ. അതൊന്ന് പൊട്ടിയാലാണ് വേറെ ഒരു ടേസ്റ്റ് വരിക. അത് ഞാൻ ഇടാൻ മറന്നുപോയി. അത് ഇടട്ടെ കേട്ടോ. ഇപ്പോൾ നടുക്ക് ഇച്ചിരി എണ്ണയുണ്ട്, അതിലേക്ക് ഇടാം. നമ്മളെ സാധാ ജീരകം അല്ല കേട്ടോ, മറ്റേ പെരുംജീരകം ഇല്ല, വലിയ ജീരകം, പെരുംജീരകം എന്നാണ് ഇവിടെയൊക്കെ പറയുന്നത്. അതും കൂടി ഇടണേ, അത് ഇടാൻ മറന്നുപോയി. അതാണ് ഇതിൻ്റെ മെയിൻ ടേസ്റ്റ് കേട്ടോ. എൻ്റെ ചിക്കൻ കറിയുടെ മെയിൻ ടേസ്റ്റ് ഈ പെരുംജീരകമാണെന്നാണ് എനിക്കൊരു വിശ്വാസം. അതിൻ്റെ ഒരു ഫ്ലേവർ ഇങ്ങനെ വരും. ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ, ഞാൻ കഴിക്കുമ്പോൾ എനിക്ക് ആ ഒരു ടേസ്റ്റ് വരാറുണ്ട്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവരും കുറ്റമൊന്നും പറഞ്ഞിട്ടുമില്ല. അപ്പം ഞാൻ അതും ഇടും. അപ്പം അത് പൊട്ടി വഴണ്ട് വരട്ടെ. വഴണ്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ഇതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാല, ഗരം മസാല, ഇത്രയും സാധനം ഇട്ടിട്ട് ഇതിന് കുറച്ച് വെള്ളം, പൊടി ചൂടായപ്പോൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇളക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ എടുത്തിടാം. ഇട്ടിട്ട് ഇനി കുറച്ച് വെള്ളം പാകത്തിന് ഒഴിച്ച് ഞാൻ ചിക്കൻ ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. ഇനി ചിക്കൻ ആവട്ടെ. ഇത് വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിക്കൻ വാങ്ങി വെക്കാം. അപ്പോഴത്തേക്ക് നമ്മുടെ പയറിൻ്റെ കാര്യം എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. പയർ വെന്ത് തുടങ്ങി. ഞാൻ ഒട്ടും വെള്ളം ഒഴിച്ചിട്ടില്ല കേട്ടോ, ഒട്ടും വെള്ളം ഒഴിക്കാണ്ട് വേവിച്ച പയറാണിത്. അപ്പോൾ പയറിൻ്റെ കാര്യം കഴിഞ്ഞു. അപ്പോൾ പയർ നമുക്കൊന്ന് ഇളക്കി കൊടുക്കട്ടെ. പയറല്ലെങ്കിൽ അടി പിടിക്കും. നമ്മൾ വെള്ളം ഒഴിക്കാണ്ട് വെക്കുന്നതല്ലേ. പക്ഷെ എൻ്റെ പയർ ഓൾമോസ്റ്റ് ആയിട്ടുണ്ടേ. അപ്പോൾ ഇന്നത്തേക്ക് അത്രയേ ഉള്ളൂ. ഇതെൻ്റെ രാവിലത്തെ ഒരു കുഞ്ഞു കുക്കിംഗ് വ്ളോഗ്. ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളും കാണണേ. എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ബായ്. അടുത്തൊരു കുക്കിംഗ് വ്ളോഗുമായിട്ട് ഞാൻ വീണ്ടും വരാം, ഒരു ഡെയിലി മോർണിംഗ് റൂട്ടീനുമായിട്ട്. ടിൽ ദെൻ ബായ്, ലവ് യു ഓൾ.